ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ മനസ്സ്? ഒരുപാട് വേദനിക്കുന്നില്ലേ? കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ നമ്മളെ വളരെ കഠിനമായ ഒരു വിഷമത്തിലേക്ക് തള്ളിവിടുന്നില്ലേ? അറിയാതെയെങ്കിലും കണ്ണുകൾ വെറുതെ നിറഞ്ഞു പോകുന്നില്ലേ? ചില ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കൂടുമ്പോൾ അതിലറിയാതെ മനസ്സൊന്ന് പെടയുന്നില്ലേ? ജീവിതത്തിനെക്കുറിച്ച് വല്ലാത്തൊരു നിരാശ അനുഭവപ്പെടുന്നുണ്ടോ? എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആകുലരായി അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ പിന്നെയും പിന്നെയും ഇങ്ങനെ വ്രണപ്പെടുത്തുന്നത് ആരാണ്? മറ്റുള്ളവരാണോ? ഒരിക്കലുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ മനസ്സിനെ ഇത്രയും ലോലമാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, സ്നേഹം, അങ്ങനെ അനേകം കാര്യങ്ങൾ കൊണ്ട് വളരെ ലോലമായ ഒരു ഹൃദയമായി നമ്മൾ മാറിയിരിക്കുന്നു. അതിനെ വളരെ കഠിനമുള്ളതാക്കാൻ നമുക്ക് സാധിക്കും. വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല. ഈ പറഞ്ഞ സ്നേഹം, ദയ, നന്മ, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്കതിനെ വളരെ മഹത്തായ ഒന്നാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മളെ ആരാധിക്കുന്നുണ്ടോ, നമ്മളെ ബഹുമാനിക്കുന്നുണ്ടോ, നമ്മുടെ മനസ്സിനെ നമ്മൾ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിന് ആരോഗ്യമില്ലാതെ വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും. ശരീരത്തിന് അസുഖങ്ങൾ വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിനാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്കതിനെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ആ മനസ്സിങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ആ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. നമ്മുടെ വേദനകൾക്ക് കാരണം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ ഇതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്ന് സങ്കടത്തോടെ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണോ അത് കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എന്താണോ അത് ധരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് ചെയ്യുക. അത്തരം കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലേക്കും ഇങ്ങനെ വ്യാപിക്കും. എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നുപോകും. മറ്റുള്ളവർ കീ കൊടുത്താൽ മാത്രം ചലിക്കുന്ന ഒരു പാവയായി മാറേണ്ടി വരും. മറ്റൊരാളുടെ അടിമയായി ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ ആരുടെയും അടിമകളല്ല എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ജീവിതയാത്രയിൽ കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ് എന്ന അവബോധം നമ്മളിലുണ്ടായിരിക്കണം. ഒരിക്കലും ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത് മറ്റാർക്ക് വേണ്ടിയും നിങ്ങൾ ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നു പോവാതിരിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മളെ സ്വയം നമ്മൾ വിലയിരുത്തുകയും നമ്മുടെ ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്രയും നമ്മുടെ ജീവിതയാത്രയിൽ നിന്ന് നമ്മൾ എന്ത് നേടിയെടുത്തു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുകയും ആ നേടിയെടുക്കാത്തതെല്ലാം ഇനിയെങ്കിലും നേടണമെന്ന താല്പര്യത്തോടു കൂടി നമ്മൾ ജീവിതം ആരംഭിക്കുകയും തുടങ്ങുകയാണ് പ്രാധാന്യമേറിയ കാര്യം. അതൊരിക്കലും നമ്മുടെ എതിരെയുള്ള വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടോ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടോ ആവരുത്. നമ്മുടെ സന്തോഷവും അവരുടെ സന്തോഷവും ഒത്തുചേരുന്നിടത്ത് നമ്മൾക്ക് ആരംഭിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറ്റൊരാൾക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ വളരെ മാന്യമായ ഒരു കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ ഒരിക്കലും ആ കണ്ണീരിനെയോ ആ വേദനയെയോ നിങ്ങൾ മാനിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നേർദിശയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല. ഒരിക്കലും നിങ്ങൾക്ക് ആരെയും പരിഗണിക്കേണ്ടതുമില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളെ മുറിപ്പെടുത്തുന്ന, നിങ്ങളുടെ താല്പര്യങ്ങളെ വ്രണപ്പെടുത്തുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചവിട്ടി മെതിക്കുന്നവർക്ക് മുമ്പിൽ ഒരിക്കലും നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഒരു ന്യായവുമില്ല എന്ന ബോധം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനോടും നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ തലച്ചോറിനെയും പഠിപ്പിച്ചു നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക.